ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായി ആദ്യ തവണ തന്നെ ലോക്സഭയിൽ ജയിക്കുമ്പോൾ മാറുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത് തൃണമൂലിൻ്റെ മഹുവ മൊയ്ത്രയ്ക്ക് അങ്ങനെ ഒരു നേട്ടം കിട്ടി. ലോക്സഭയിൽ നിന്ന് അവരെ പുറത്താക്കി. എന്നിട്ട് പോലും അവർക്ക് ഇന്ന് ഓൾ ഇന്ത്യ ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസ് ലെവൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ തൃണമൂൽക്കാരിക്ക് കുറച്ച് നാൾ കൊണ്ട് തന്നെ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അവർക്ക് വേണ്ടി ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്ന രീതിയിലേക്ക്, അവർക്ക് വേണ്ടി വാദിക്കുന്ന രീതിയിലൊക്കെ തൃണമൂലിൻ്റെ അധ്യക്ഷയും ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മമതാ ബാനർജി വന്നിരിക്കുകയാണ്. മമത ഇടയ്ക്ക് വെച്ച് മഹുവയെ ഒരുപാട് വേദികളിൽ പരസ്യമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. മഹുവ അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല. തൻ്റെ നേതാവല്ലേ, പറഞ്ഞുകൊണ്ട് പോട്ടെ. അത് അസൂയയുടെ രീതിയാണ്. മഹുവ മൊയ്ത്രയ്ക്ക് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനറിയാം. അത് ഇംഗ്ലീഷ് ആയിരുന്നാലും അത് ഹിന്ദി ആയിരുന്നാലും എല്ലാം. അത് മാത്രമല്ല, ആശയം കൃത്യമായും വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, അല്ലെങ്കിൽ ഗുണ്ടായിസം എന്ന രീതിയിലേക്കല്ല. അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവർ ഐഡിയോളജിയുടെ പുറത്താണ്. പാർലമെൻറ്റിനകത്തും പുറത്തും എല്ലായിടത്തും അവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. അങ്ങനെയല്ല മമത രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ഒരു കാര്യം നമ്മൾ ഓർത്താൽ അറിയാം, രണ്ടുപേരും യൂത്ത് കോൺഗ്രസ്സുകാരായി തന്നെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. മമതയായിരുന്നാലും ഈ പറയുന്ന മമതയുടെ 30കളിൽ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവർ അതിനുശേഷമാണ് പിന്നീട് 1999 കാലഘട്ടത്തിൽ ആ തൃണമൂൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചതും അതിൻ്റെ കൂടെ കോൺഗ്രസ്സിൽ നിന്നും കുറേ ആളുകൾ ഇപ്പുറത്തേക്ക് ചാടുകയും ഒക്കെ ചെയ്തത്. മഹുവ മൊയ്ത്രയ്ക്ക് കൃത്യമായും രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ട് തന്നെ ലോക്സഭയ്ക്കകത്ത് ഏത് രീതിയിലും അരാജകത്വത്തെ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള എതിർപ്പുകളെയും അതിനെ തൃണവൽഗണിക്കാൻ മഹുവയ്ക്ക് വളരെ അനായാസം സാധിക്കുന്നു എന്നത് കാണുന്നുണ്ട്. തൃണമൂലിൻ്റെ ലോക്സഭാ കക്ഷി നേതാവെന്ന് പറയുന്ന സുദീപ് ബന്ദോപാധ്യായയാണ്. അദ്ദേഹം വലിയ രീതിയിൽ പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ മമതയുടെ അടുത്ത വിശ്വസ്തനായ ഒരു വ്യക്തി എന്ന രീതിയിലാണ്. മമത അടുത്തൊരു നേതാവായി അവിടെ ബംഗാളിൽ പ്രതിഷ്ഠിക്കാൻ, അവരുടെ കാലശേഷം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മരുമകനെ ആയിട്ടുള്ള അഭിജിത് ബാനർജിയാണ്. പക്ഷേ അത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ മഹുവയ്ക്ക് ഒരുപാട് പിന്തുണക്കാരുണ്ട്. മമതയ്ക്ക് ശേഷം മഹുവ എന്ന രീതിയിലൊക്കെ പ്ലക്കാർഡുകൾ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മമതയ്ക്ക് അറിയാം, ഇനിയിപ്പോൾ സ്വന്തം ബന്ധുവിനെ പിടിച്ച് വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുത്താൻ ജനങ്ങൾ സമ്മതിക്കും, ജനങ്ങളാണല്ലോ എല്ലാത്തിൻ്റെയും മേൽ എന്നുള്ളത് അവർ ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇടയ്ക്കൊന്നല്ല, മിക്കവാറും അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും മഹുവയെ പുറത്താക്കിയത് വഴി ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് BJP ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് കൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സിനകത്തുള്ള സാക്ഷാൽ മമതാ ബാനർജിക്ക് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇത് കൃത്യമായി എങ്ങനെ ഇടതുപക്ഷം കാണുന്നു എന്നതനുസരിച്ചിരിക്കും ഇനി ബംഗാളിലുള്ള കൃത്യമായ പാർട്ടിയുടെ വളർച്ചയും തളർച്ചയും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.